السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വലിയതായിട്ടുള്ളൊരു അമലാണ്. വലിയ ധാരാളം ശ്രദ്ധതകളുള്ള, ധാരാളം മഹത്വങ്ങളുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ ദായിമാക്കുന്ന, പതിവാക്കിയ അമലാണ് ഇൻഷാ അല്ലാഹ് ഈ അമൽ. ഈ അമലിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ചെറിയൊരു അമലാണെങ്കിലും ധാരാളം ഫളായിലുകൾ, ധാരാളം ഗുണങ്ങൾ അടങ്ങിയ ഒരു അമലാണ് ഈ അമൽ. ഈ അമലെങ്ങാനും ഒരാൾ പതിവാക്കിയാൽ, ഒരാൾ ദായിമാക്കിയാൽ ധാരാളം ഗുണങ്ങളാണ് അവനെ തേടി വരുന്നത്, അവനക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. വലിയതായ പ്രയാസങ്ങളാണ് ഈ അമൽ ചെയ്താൽ അവനിൽ നിന്ന് തീർന്ന് അവൻ സലാമത്താകുന്നത്, റാഹത്താകുന്നത്. ധാരാളം പ്രതിസന്ധികളിൽ നിന്ന് അവനക്ക് മോചനം ഈ അമൽ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ നോക്കുന്ന സമയത്ത് ചെറിയൊരു അമലാണ്, ധാരാളം എല്ലാ ആളുകൾക്കും ചൊല്ലാൻ പറ്റിയ ചെറിയ അമലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ ഈ മജ്ലിസിൽ ധാരാളം സാധാരണക്കാരാണ്, അവർക്ക് പറ്റിയ അമലാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണക്കാർക്ക് പറ്റിയ അമൽ. നമ്മൾ വലിയ വലിയ അമലുകൾ പറയുന്ന സമയത്ത് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട്, തങ്ങളെ അമല് പറഞ്ഞ സമയത്ത് അത് കട്ടായിപ്പോയി, മറ്റൊരു വീഡിയോയിലേക്ക് മാറി, മജ്ലിസ് പിന്നെ കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ ഈ മജ്ലിസ് സബ്സ്ക്രൈബ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ എത്തും. അതൊന്നല്ല നമ്മളെ ചർച്ച, അതല്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയുന്ന വലിയ വലിയ അമല് പറയുമ്പോൾ ബുദ്ധിമുട്ടാകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പറ്റിയ ചെറിയൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ അമൽ, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലിയ മഹത്വമുള്ള ഒരു ഇസ്മ, അതിനെ പറ്റിയാണ്. അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഏതു മാർഗത്തിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണമേകും, അതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മ, ഏറ്റവും ഫളായിലായ, ഏറ്റവും മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് പറയുന്നതിന് മുമ്പ് ധാരാളം ഭാഗങ്ങളിൽ നിന്ന്, ഞാൻ എപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിനകത്തു നിന്നുള്ള ആളുകൾ, കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപ് നിവാസികൾ,
നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വീട്ടിലേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, അവരൊക്കെ ചോദിക്കുന്നത്, മജ്ലിസിൽ കാണുന്ന ആളുകൾ ചോദിക്കുന്നത്, ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക എന്നാണ്. ഓരോരുത്തർക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓരോരുത്തർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ് ഉള്ളത്. വരുന്ന ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് കൺസൾട്ടിങ്, വീട്ടിൽ നോട്ടമുള്ളത്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ച് ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്തു വരിക. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി ഞങ്ങൾക്ക് കാവലേഖണേ അല്ലോ, നീ സംരക്ഷണമേഖണേ അല്ലോ, നീ സംരക്ഷണമേഖണേ അല്ലോ. ധാരാളം ഭാഗങ്ങളിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പ്രയാസങ്ങള്, നീറുന്ന വേവലാതികള്, നീറുന്ന ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടിയാണ് എപ്പോഴും നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും നമ്മോടുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് എല്ലാ മജ്ലിസിൽ പോയാലും ദുആ ചെയ്യുന്നത്. ആണല്ലോ, നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യാം. നിങ്ങൾക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥന മാത്രമാണ്, ദുആ മാത്രമാണ്. അല്ലാഹുവേ, ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ സയ്യിദിയ മജ്ലിസിൽ വെച്ചാണ്. ഈ മജ്ലിസിന്റെ ഫളായിലുകൾ, ഇതിന്റെ ശ്രദ്ധകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞിരുന്നു. വലിയ ശ്രദ്ധതയുള്ള മജ്ലിസാണ്. ഈ മജ്ലിസിൽ നിന്നാണ് നിങ്ങൾ ഈ അമൽ സ്വീകരിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹസനാക്കി തരും. കാരണം ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലിന്റെ തീരത്തെത്തിയ മഹാനായ ഖുതുബ് ജമലുല്ലൈൽ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഓരോ അമലുകൾ ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് മക്കാമിൽ പോകുന്ന സമയത്ത്, ഉപ്പാപ്പയുടെ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ സമ്മതം ചോദിച്ചിട്ടാണ് ഓരോ അമല് 12,000 ബിസ്മിയുടെ അമലാകട്ടെ, അസ്മാഉൽ ഹുസ്നയുടെ അമലാകട്ടെ, അവിടുന്ന് സമ്മതം ചോദിച്ചിട്ടാണ് ഇവിടമിൽ പറയുന്നത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വീട്ടിൽ വന്ന് കൺസൾട്ടിങ് ചെയ്യുന്ന ആളുകള് അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് ഇവിടുത്തെ ചികിത്സാ രീതിയും. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാഹ്, അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരു നിലക്കും നീ കൊയക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിന് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്, നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിന്റെ വളർച്ച മഹാനായ ഉപ്പാപ്പയുടെ കറാമത്ത് തന്നെയാണ്. അവിടുത്തെ കറാമത്താണ് ഞങ്ങളെ മജ്ലിസിന്റെ വളർച്ച. അല്ലാഹുവേ, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഇവിടെ വന്ന് കൺസൾട്ടിങ് ചെയ്യുന്ന ആളുകള് അവിടത്തേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത്, അതുപോലെ ചെയ്യുന്ന
സമയത്ത്, അവരെ കാര്യങ്ങൾ മുറാദുകൾ ഹാസിലാകുന്ന സമയത്ത്, അത് എന്താണ്? ഉപ്പാപ്പയുടെ കറാമത്താണ്. ഉപ്പാപ്പയുടെ കറാമത്താണ്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ. നിങ്ങൾ എന്തു പ്രതിസന്ധിയിൽപ്പെട്ടാലും ഉപ്പാപ്പയുടെ മേലിൽ ഒരു 11 ഫാത്തിഹ. ഞാൻ എപ്പോഴും പറയുന്നത്, ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എന്നും സ്ഥിരമാക്കുക 11 ഫാത്തിഹ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. പിന്നെ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഉപ്പാപ്പയുടെ കാവല് നിങ്ങളെ വീട്ടിലുണ്ടാകും, നിന്റെ സമ്പത്തിലുണ്ടാകും, നിന്റെ മക്കളിലുണ്ടാകും, നിന്റെ ആരോഗ്യത്തിലുണ്ടാകും, നിന്റെ വീട്ടിലുണ്ടാകും, എല്ലാത്തിലും ഉപ്പാപ്പയുടെ കാവലുണ്ടാകും. അല്ലാഹുവേ, അല്ലാഹു ഉപ്പാപ്പയുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് അമല്? എന്താണ് അമല്? അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. എല്ലാവർക്കും അറിയുന്ന ഒരു അമലാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. ഈ അമല് 3 കാറ്റഗറി ആയിട്ടാണ് മഹാന്മാർ ഈ അമലിനെ തിരിച്ചത്. കിതാബുകളിൽ കാണാം 3 കാറ്റഗറി ആയിട്ടാണ് ഈ അമലിനെ തിരിച്ചത്. 3 ആയിട്ട് ഈ അമലിനെ ഭാഗിച്ചു. അൽ ലത്തീഫുൽ അസ്ലി, അൽ ലത്തീഫുൽ വസ്തു, അൽ ലത്തീഫുൽ കബീർ. 3 ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മായ, ഏറ്റവും ഫളായിലായ ഏറ്റവും മഹത്തമായ ഒരു ഇസ്മായ യാ ലത്തീഫ് എന്ന ഇസ്മിനെ മഹാന്മാരായ പണ്ഡിതന്മാർ 3 ആയിട്ട് തിരിച്ചു. എന്താണ്? അൽ ലത്തീഫുൽ അസ്ലി, അൽ ലത്തീഫുൽ വസ്തു, അൽ ലത്തീഫുൽ കബീർ. ഇതിന് 3നും 3 ആയിട്ടുള്ള അമലുകളാണുള്ളത്. ഇതിന് 3നും 3 ആയിട്ടുള്ള അമലാണ്. ഒന്നാമത്തതിന്റെ അമല് അൽ ലത്തീഫുൽ അസ്ലി, അതിന്റെ അമല് 129 പ്രാവശ്യമാണ്. അതിന്റെ അമൽ എത്രയാണ്? 129 പ്രാവശ്യം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 129 പ്രാവശ്യമാണ് അൽ ലത്തീഫുൽ അസ്ലി കൊണ്ട് നമ്മൾ അമൽ എടുക്കേണ്ടത്. രണ്ടാമത്തത് അൽ ലത്തീഫുൽ വസ്തു, അതുകൊണ്ട് നമ്മൾ അമലെടുക്കേണ്ടത് 16,641 പ്രാവശ്യമാണ്. അമലെടുക്കേണ്ടത് എത്ര പ്രാവശ്യമാണ്? 16,641 പ്രാവശ്യം. ഇതിലേക്കൊന്നും കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മൂന്നാമതായിട്ടുള്ള അൽ ലത്തീഫുൽ കബീർ, അതുകൊണ്ട് നമ്മൾ അമലെടുക്കേണ്ടത് 1,16,487 പ്രാവശ്യമാണ്. 1,16,487 പ്രാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ അമലെടുക്കേണ്ടത്. മഹാന്മാര് പറയുന്നു അതിന് വലിയതായിട്ടുള്ള ഗുണമുണ്ട്. ഈ ചെറിയൊരു അമലാണെങ്കിലും ഈ അമല് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, വലിയ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ അതിന്റെ മാർഗം അല്ലാഹു എത്തിച്ചു തരും. ഒന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ലത്തീഫ് യാ അല്ലാഹ് എന്നതിന്റെ അമല് ആരെങ്കിലും ചെയ്താൽ അതിന്റെ ഗുണം ഒന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നിനക്ക് എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്നെല്ലാം അല്ലാഹു പരിപൂർണ മോചനം നിനക്ക് നൽകും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്ന് പരിപൂർണ മോചനം അല്ലാഹു നിനക്ക് നൽകും. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് 129 പ്രാവശ്യം. അതായത് അൽ ലത്തീഫുൽ അസ്ലി കൊണ്ട് നീ അമലെടുക്ക്. 129 പ്രാവശ്യം കൊണ്ട് നീ അമലെടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രയാസം വന്നാലും ഇനി എനിക്ക് മുന്നോട്ട് എനിക്കില്ല, ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന് പറഞ്ഞ് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണോ, ഇൻഷാ അല്ലാഹ് ഈ അമല് നീ സ്വീകരിക്കുക. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് 129 പ്രാവശ്യം ആത്മാർത്ഥതയോടുകൂടി നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. ഇത് പവർഫുൾ ആയിട്ടുള്ള അമലാണ്.
ഇത് അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളിൽ നിന്ന് ഒരു നാമമാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. ധാരാളം നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് വലിയതായിട്ടുള്ള അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് യാ ലത്തീഫ് എന്ന അമലിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞത് എല്ലാ വലിയ പ്രയാസങ്ങളിൽ നിനക്ക് പരിപൂർണ മോചനം അള്ളാഹു നൽകും. രണ്ടാമതായിട്ട് മഹാന്മാർ പറയുന്നു യാ ലത്തീഫ് എന്ന ഇസ്മിനെ കൊണ്ട് രണ്ടാമതായിട്ടുള്ള ഗുണം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട്, അവൻ ചെയ്യാത്ത കുറ്റങ്ങൾ കൊണ്ട് അവനെ ജയിലടക്കപ്പെട്ടാൽ അതിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ജയിൽ മോചനം. എന്തെങ്കിലും പ്രയാസത്തില് എന്റെ ഭർത്താവ് ജയിലിലാണോ ഉസ്താദേ, പൊട്ടിക്കരഞ്ഞ് എന്റെ സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഭർത്താവ് ചെയ്യാത്ത കുറ്റത്തിന് ദേശത്ത് ജയിലിലാണ് ഉസ്താദേ, തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്. ഇൻഷാ അല്ലാഹ് യാ ലത്തീഫ് എന്ന ഇസ്മിനെ കൊണ്ട് നീ അമലെടുക്ക്. ആ മോചനം അല്ലാഹു പരിപൂർണ മോചനം, ജയിൽ ശിക്ഷകളിൽ നിന്നും പരിപൂർണ മോചനം അല്ലാഹു നൽകും. വലിയതായ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ലത്തീഫ് കൊണ്ട് അമൽ ചെയ്താൽ മൂന്നാമതായിട്ടുള്ള ഗുണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നിന്റെ എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ, നിന്റെ എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ നൽകുമെന്ന്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള പേടിപ്പെടുത്തുന്ന ഭീകരമായ രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകും. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ കേസുകൾ ഇൻഷാ അല്ലാഹ് യാ ലത്തീഫ് എന്ന ഇസ്മിനെ കൊണ്ട് വലിയതായ മിറാക്കിൾ, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അത്തരം രോഗങ്ങളിൽ തൊട്ട് അല്ലാഹ് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, കാവലേഖണേ തമ്പുരാനെ. നാലാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ലത്തീഫ് കൊണ്ട് ഒരാൾ അമലെടുത്താൽ അവനക്ക് നാലാമതായിട്ടുള്ള ഗുണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ്റെ ഭക്ഷണങ്ങൾ, അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ ധനത്തിൽ, അവൻ്റെ സമ്പത്തിൽ, അവൻ്റെ വീടിൽ, അവൻ്റെ മക്കളിൽ എല്ലാം അല്ലാഹു ബർക്കത്ത് ചൊരിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നാലാമതായിട്ടുള്ള ഗുണം. അഞ്ചാമതായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മ യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുകൊണ്ട് ഒരാൾ അമലെടുത്തു കഴിഞ്ഞാൽ അഞ്ചാമതായിട്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു അവൻ്റെ ആവശ്യ നിർവഹണം. അവനൊരു ആവശ്യം വെച്ചൊരു യാത്ര ചെയ്യാണ്. ആ യാത്രയിൽ അവൻ്റെ ഹലാലായ ഉദ്ദേശം അവനക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്മിനെ പതിവാക്കി നീ പോയിക്കോ. നീ യാത്ര ചെയ്യ്, അത് നേടിയെടുക്കാൻ നിനക്ക് സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ആറാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, ആറാമതായിട്ടുള്ള ഗുണം ആരോഗ്യം അല്ലാഹു നിലനിർത്തും. അല്ലാഹു വലിയ ആരോഗ്യം നിന്ന് അല്ലാഹു നിലനിർത്തുമെന്ന്, തൻ്റെ ആരോഗ്യത്തെ അല്ലാഹു നിലനിർത്തും. നമുക്ക് വേണ്ടത് അതാണ് രോഗമില്ലാത്ത ഹൈറായ കൂവത്തുള്ള ഒരു ശരീരവും ഒരു ആരോഗ്യവുമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ. ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല, നീ അഹങ്കരിക്കുന്ന നീ ഒന്നുമല്ലാതായി തീരും. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ, അല്ലാഹു കാവലേകട്ടെ. അല്ലാഹു നമ്മളെ ജീവിതത്തിൽ അല്ലാഹു വലിയ കാവൽ അല്ലാഹു നൽകട്ടെ.
വലിയ ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. ഈ ഇസ്മിന് ആരെങ്കിലും പതിവാക്കിയാൽ അള്ളാഹു നൽകുന്ന ഏഴാമതായിട്ടുള്ള ഗുണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. യാ ലത്തീഫ് എന്ന ഇസ്മിനെ ആരെങ്കിലും ദായിമാക്കിയാൽ അവനക്ക് ലഭിക്കുന്ന ഏഴാമതായിട്ടുള്ള ഗുണം അള്ളാഹു വലിയ ധൈര്യം അവൻക്ക് നൽകും, വലിയ ഖുവത്ത് അള്ളാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു തന്നെ പറഞ്ഞതാണ്, അള്ളാഹു തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞതാണ്, ഖുലിഖൽ ഇൻസാനു ളഈഫ. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് വലിയ ബലഹീനനായിട്ടാണ്, ളഈഫായിട്ടാണ് ഞാൻ മനുഷ്യകുലത്തിനെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ നമുക്ക് നേരിടുന്ന സമയത്ത് നമുക്ക് വലിയ ടെൻഷനാകും. അതാണ് അള്ളാഹ് തന്നെയാണ്, അവൻ്റെ നമ്മുടെ സൃഷ്ടാവ് തന്നെയാണ് നമ്മളെ പറ്റി പറഞ്ഞത്, ലൊയീഫായിട്ടാണ്, ബലഹീനനായിട്ടാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് വലിയ ചെറിയ പ്രയാസം വരുമ്പോഴേക്കും നമ്മൾ വലിയ ടെൻഷനാകുന്നത്. അതിൻ്റെ ഒന്നും കാര്യമില്ല. അള്ളാഹു നിനക്ക് വലിയ ധൈര്യം നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എട്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ലത്തീഫ് എന്ന ഇസ്മിനെ കൊണ്ട് ആരെങ്കിലും അമലെടുത്താൽ അവനക്ക് ലഭിക്കുന്ന എട്ടാമതായിട്ടുള്ള അനുഗ്രഹം അല്ലാഹു അവന്റെ ശത്രുക്കൾക്ക് പേടി നൽകും, റോബ് നൽകും. അല്ലാഹു അവന്റെ ശത്രുക്കൾക്ക് വലിയ പേടി അവനോട് നൽകും. അങ്ങനെ പറഞ്ഞാൽ അവന്റെ ശത്രു ആണോ ആരാണോ അവനക്ക് ഇവനെ ഉപദ്രവിക്കാൻ തോന്നൂല, അവനക്ക് ഇവനോട് വലിയ പേടി അല്ലാഹു അവന്റെ ഖൽബിലേക്ക് അല്ലാഹു ഇട്ട് കൊടുക്കും, വലിയ റോബ് അല്ലാഹു ഇട്ട് കൊടുക്കും, വലിയ പേടി അല്ലാഹു ഇട്ട് കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ചൊല്ലല്ലേ ഇൻഷാ അല്ലാഹ് നമുക്ക് ദായിമാക്കണം. ഈ മജ്ലിസിൽ വെച്ച് തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന്, അതായത് അൽ ലത്തീഫുൽ അസ്ലി അല്ലെങ്കിൽ അൽ ലത്തീഫുൽ വസ്ത്, അൽ ലത്തീഫുൽ കബീർ, ഇതിൽ ഏതെങ്കിലും തങ്ങളെ ഞാൻ പതിവാക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദായിമാക്കി ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് അമൽ ചെയ്യാം. ഇതിൽ മൂന്ന് കാറ്റഗറിയിൽ ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് അമൽ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒമ്പതാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മ യാ ലത്തീഫ് യാ അല്ലാഹ് എന്നതുകൊണ്ട് ആരെങ്കിലും അമൽ ചെയ്താൽ ഒമ്പതാമതായിട്ട് അവനക്ക് ലഭിക്കുന്ന ഗുണം അല്ലാഹു അവനക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നൽകും. അവൻ ഒന്നുമല്ലാത്ത ഒരാളായിരിക്കും. ഈ ഇസ്മിനെ ഒരു പതിവാക്കിയാൽ അവനക്ക് വലിയ സ്വീകാര്യത, പല രൂപത്തിലായിട്ട് അവനക്ക് വലിയ സ്വീകാര്യത അല്ലാഹു ജനങ്ങളുടെ ഇടയിൽ നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഇൻഷാ അല്ലാഹ് ഈ ഇസ്മി നമുക്ക് ദായിമാക്കാം. നിന്റെ എല്ലാ ബറാദുകളും അല്ലാഹു ഹസിലാക്കി തരും. ഒരു കുടുക്കിൽ ചെന്നു നീ ചാടൂല, ഒരു പ്രയാസത്തിൽ ചെന്നു നീ വീയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അവസാനമായിട്ട് 10ാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ആരെങ്കിലും അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മിൽപ്പെട്ട യാ ലത്തീഫ് കൊണ്ട് അമലെടുത്താൽ 10ാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അല്ലാഹു എല്ലാ നിലക്കും അല്ലാഹു അവൻക്ക് ഐശ്വര്യം നൽകും. അവൻ്റെ വീട്ടിൽ ഐശ്വര്യം, അവൻ്റെ മക്കളിൽ ഐശ്വര്യം, അവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം, അവൻ്റെ ആരോഗ്യത്തിൽ ഐശ്വര്യം, എല്ലാത്തിലും അല്ലാഹു ഐശ്വര്യം നിറക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ അമലിനെയാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഈ മജ്ലിസ് കേട്ടത് മുതൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്കുമെന്ന് പറയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് കമന്റിൽ രേഖപ്പെടുത്ത്. നമുക്ക് ദുആ ചെയ്യണം.
ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ പതിവാക്കുക. ഈ അമലിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്ക്. ഈ ദിക്റിനെ നിങ്ങൾ പതിവാക്ക്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. എല്ലതും എന്തെന്ന് എന്നില്ല. ഈ ഇസ്മിനെ കൊണ്ട് എന്ത് കാര്യമാണ് എന്നില്ല. എല്ലാ കാര്യവും അല്ലാഹു എല്ലാ കാര്യങ്ങളും അല്ലാഹു നേടിയെടുക്കാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു കാവലേകും. അത്രയും പവർഫുൾ ആയിട്ടുള്ള അമലാണ്. അല്ലാഹുവെ ഞങ്ങൾക്ക് സ്വീകരിക്കാനും ചൊല്ലാനും അല്ലാഹുവെ ഞങ്ങൾക്ക് ഭാഗ്യവും ആരോഗ്യവും ആയുസ്സും നീ നിലനിർത്തണേ അല്ലാ. നീ നിലനിർത്തണേ അല്ലാ. ഈ മജ്ലിസിൽ തന്നെ, ഈ സയ്യിദിയ മജ്ലിസിൽ തന്നെ അല്ലാ, ഞങ്ങളിത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് ചെല്ലാൻ ഞങ്ങൾ നിയത്ത് വെച്ചു. നിയത്ത് വെക്ക്. നിങ്ങൾ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. എല്ലാ ദുരിതങ്ങളും അല്ലാഹു മാറ്റി നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവെ അമൽ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവെ അവരുടെ നീറുന്ന പ്രയാസങ്ങൾ, വേവലാദികൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹ് നീ മാറ്റി അവർക്ക് സലാമത്തേകണേ അല്ലാ. അവർക്ക് റാഹത്തേകണേ അല്ലാ. അവർക്ക് ഐശ്വര്യം നീ നിറക്കണേ അല്ലാ. നീ നിറക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ഞങ്ങൾക്ക് കാവലേഖണേ അല്ലാ. ഈ ഇസ്മിനല്ലാ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സ്വീകരിച്ചു അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഹലാലായ എല്ലാ മുറാദുകളും അല്ലാ നീ ഹാസിലാക്കണേ അല്ലാ. ധാരാളം പ്രയാസങ്ങൾ, ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിയാണ് അല്ലാ ഞങ്ങൾ ഈ ഇസ്മിനെ നെഞ്ചോട് ചേർത്ത് വെച്ചത്, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായത്, ഞങ്ങൾ ചൊല്ലാൻ തയ്യാറായത്. അല്ലാഹുവേ ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ ബലാകളും, മുസീബത്തുകൾ അല്ലാ നീ മാറ്റി ഞങ്ങൾക്ക് റാഹത്തേകണേ അല്ലാ. പൈശാചികമായ മാനസികമായ പ്രയാസങ്ങളെ തൊട്ട് അല്ലാ ഞങ്ങൾക്ക് നീ കാവലേകണേ അല്ലാ. അല്ലാഹുവേ നീ കാവലേകണേ അല്ലാ. ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ. നീ ഉയർത്തണേ തമ്പുരാനെ. അല്ലാ. ഇവിടുന്ന് ആരാണോ അമൽ സ്വീകരിക്കുന്നത് അല്ലാഹുവേ അവർ എന്ത് മുറാദ് വെച്ചാണ് അമൽ സ്വീകരിക്കുന്നത് അല്ലാഹുവിന്റെ മുറാദുകൾ നീ ഹസ്നാക്കണേ അല്ലാ. നീ ഹസ്നാക്കണേ തമ്പുരാനെ. ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, വിളിച്ചന്വേഷിക്കുന്ന ആളുകൾ, വിളിച്ച് സങ്കടങ്ങൾ പറയുന്ന ആളുകൾ അല്ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും അല്ലാഹുവേ നീ മാറ്റി അവർക്ക് റാഹത്തേകണേ അല്ലാ. അവർക്ക് ഐശ്വര്യമേകണേ അല്ലാ. അല്ലാഹുവേ അവരെ കാത്തോളണേ അല്ലാ. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ നീറുന്ന വേവലാദികൾ പറഞ്ഞ്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ് അല്ലാഹുവേ സങ്കട കണ്ണീരുകൾ പറഞ്ഞ് ഇവിടെ വരുന്ന ആളുകൾ അല്ലാഹുവയുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി അവർക്ക് റാഹത്തേകണേ അല്ലാ. ഐശ്വര്യമേകണേ അല്ലാ. ഇവിടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ നീക്കം ചെയ്യണേ അല്ലാ. അവർക്ക് സലാമത്തേകണേ അല്ലാ. അവർക്ക് രക്ഷയേകണേ അല്ലാ. രക്ഷയേകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ. രോഗശമനമേകണേ അല്ലാ. പരിപൂർണ ആജിലായ കാമിലായ പരിപൂർണ ശിഫ അവർക്ക് നീ നൽകണേ അല്ലാ. ധാരാളം ആളുകൾ രോഗികളാണ്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഈ സയ്യിദിയും കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അല്ലാ. അവരെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസിനെ സ്നേഹിക്കാൻ കാരണം ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചത് കൊണ്ടാണ്, അവിടുത്തെ ആശിഖ് റസൂലായത് കൊണ്ടാണ്. അല്ലാഹുവേ അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇനി നൽകല്ലേ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ നീ നൽകല്ലേ ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹുവേ അതിന്റെ അണു മൊട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ ഈ സാത്ത് മുതൽ നീ കരിയിച്ച് കളയണേ നീ കരിയിച്ച് കളയണേ അല്ലാഹുവേ ലിവർ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ ഡയാലിസിസ് രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ ഉള്ളവർക്ക് പരിപൂർണ്ണ ശിഫ നൽകണേ ഹാർട്ട് സംബന്ധമായ രോഗികൾ അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നീ നൽകണേ പരിപൂർണ്ണ ശിഫ നൽകണേ തല സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ മാറാത്ത തലവേദന തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ മൈഗ്രീൻ പോലുള്ള തലവേദന തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ കാലുമുട്ട് വേദന അനുഭവപ്പെടുന്ന ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ മാറാത്ത കാലുവേദന തന്ന് പ്രയാസപ്പെടുത്തല്ലേ ഇബാദത്തിന് പോലും തടസ്സപ്പെടുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹുവേ മാറ്റല്ലേ അല്ലാഹുവേ മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ ഞങ്ങളെ മാറ്റല്ലേ ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല ഞങ്ങളെ കെടുത്തല്ല ഞങ്ങളെ കെടുത്തല്ല തമ്പുരാന്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹുവേ ഞങ്ങളിൽ ധാരാളം ആളുകൾ മൗത്തായി പോയി, മരണപ്പെട്ടു പോയി. അല്ലാഹുവേ അവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹുവേ കണ്ടെത്തുന്ന ദൂരത്തോളം അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ വിശാലമാക്കണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. ഉമ്മാക്ക് പൊറുക്കണേ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ ആമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ നിന്റെ മാലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെ ഖബറിൽ നൽകണേ നീ നൽകണേ നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നത് പോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ്. അല്ലാഹു ഉപ്പാക്ക് പൊറുക്കണേ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. പൊന്നാര പൊന്നുപ്പാന്റെ ഖബറുടെ നീ വിശാലമാക്കണേ സ്വർഗത്തിലൊരു ഫിറാശ് പൊന്നുപ്പാന്റെ ഖബറിൽ നീ വിരിപ്പിക്കണേ നീ വിരിപ്പിക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടുമല്ലോ അല്ലാഹുവേ. ഞങ്ങളെ വീടിന്റെ മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ ഞങ്ങളെ ജനാസയും ചുമന്ന് വഴിയോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ അല്ലാഹുവേ പാപികളെ ജനാസ എപ്പെടുത്തണേ നീ പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുന്ന സമയത്ത് അല്ലാഹുവേ ഖബറിൽ രക്ഷ നൽകണേ ഖബറിൽ രക്ഷ നൽകണേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോലും ഖബർ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവേ ഖബറിൽ രക്ഷ നൽകണേ ഖബറിൽ രക്ഷ നൽകണേ നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ നീ നൽകണേ നീ നൽകണേ നീ നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാഹുവേ ഞങ്ങളെ കേൾക്കല്ലേ ഞങ്ങളെ മജ്ലിസിനെ കാണുന്ന ആളുകൾ അല്ലാഹുവേ നീ കാത്തോളണേ നീ കാത്തോളണേ അവർക്ക് കാവലേകണേ അവർക്ക്
കാവലേകണേ അല്ലാ. ഉപ്പാപ്പയുടെ കാവല് അവരെ വീടുകളിൽ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ കാണുന്നവര് അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ സഹായിക്കുന്നവര് അല്ലാഹുവേ, സഹകരിക്കുന്നവര് അല്ലാ നീ സഹായിക്കണേ അല്ലാ, നീ അവർക്ക് രക്ഷയേകണേ അല്ലാ. അവരെ ദുനിയാവിലും ആഖിറത്തിലും പരാജിതരിൽ ഉൾപ്പെടുത്തല്ലോ അല്ലാ, പരാജിതരിൽ ഉൾപ്പെടുത്തല്ലോ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.